ഇത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. പെട്ടി കൊണ്ടുവന്ന ആളും പ്രധാനമാണ്, പെട്ടിയും പ്രധാനമാണ്. ഖുർആൻ മുഹമ്മദ് മുസ്തഫയാണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന മുഹമ്മദ് മുസ്തഫയും പ്രധാനിയാണ്. ആ കൊണ്ടുവരപ്പെട്ട ഖുർആനും പ്രധാനമാണ്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ റമദാൻ 27 പ്രധാനമാണെങ്കിൽ ഹബീബ് ഇറങ്ങിയ റബീഉൽ അവ്വൽ 12 പ്രധാനം തന്നെ. ഇതിനതിന് പ്രമാണം തപ്പേണ്ട ഒരു കാര്യമില്ല. അത് മഹാവിഡ്ഢിത്തരമാണ്. അതിന്റെ പിറകിൽ പ്രമാണം വെച്ച് അന്വേഷിച്ചു പോവാന്ന് പറഞ്ഞാൽ ഏത് വിഡ്ഢികളാണ് അതിന്റെ പിന്നിൽ? എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം. ഹബീബായ നബിയെ മനസ്സിലാക്കാൻ നമുക്ക് വലിയ ചാൻസ് അല്ലേ ഇത്? ഒന്നുമില്ലെങ്കിൽ ഹബീബിനെ പറ്റി ആലോചിച്ച് കരഞ്ഞൂടെ? ആ ഹബീബിനെ അങ്ങനെ ഓർത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പകർത്താനുണ്ടെങ്കിൽ പകർത്തിക്കൂടെ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ തുരങ്കം വെക്കുക. എവിടെയെങ്കിലും മരിച്ചോടുത്ത് ദ്വാരക്കുന്നുണ്ടെങ്കിൽ അതിന് തുരങ്കം വെക്കുക. എന്നിട്ട് ഓലറ്റ് ദ്വാരക്കോ? ഓല് ദ്വാരക്കൂല. നമ്മൾ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും എന്ത് പരിപാടിക്ക് തുടങ്ങിയാലും ദ്വായാണ്. നമ്മൾ അൽ ഫാത്തിഹ വിളിക്കും, നമ്മൾ ദ്വാരക്കാത്തോലല്ല. ഈ ദ്വാ പള്ളിയിൽ നിന്ന് ദ്വാരക്കാണെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറയാം. എല്ലാത്തിനും ഒടക്കിങ്ങനെ നിൽക്കുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒടക്ക് നിൽക്കുന്ന ആർക്കും എവിടെയെങ്കിലും ദ്വാരക്കാറുണ്ടോ? അതില്ല. ഹബീബിന്റെ പേരിൽ ഒരു മൗലിദ് കേൾക്കുമോ? അതിന് മുടക്ക്. എന്നാൽ ഇവര് സ്വലാത്തെല്ലാം വരുമോ? അതുമില്ല. പരക്ക മുടക്കികൾ. ഇതൊരു നല്ല ഏർപ്പാടല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മനസ്സിലാക്കണം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ലൈവ് ആവണം. ആ ലൈവ് ആകണമെങ്കിൽ പറയപ്പെടണം. ആ ലൈവ് പറയപ്പെട്ടാലും ഓർക്കപ്പെട്ടാലും മാത്രമേ അതിവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഇതിലൊന്ന് വേറെ